അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കേരളപ്പിറവി ദിവസത്തിൽ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ജീവൽ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച ശേഷമാണ് നമ്മളൊക്കെ ഇടപെടുന്നൊരിടത്തെക്കുറിച്ചുള്ള വളരെ ഫ്രീ ആയ ഒരു സംസാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൈബർ പൊങ്കാല കുത്തും കോമയും വിശേഷങ്ങൾ ആവശ്യമില്ലാത്തൊരു വിഷയമാണ്. വിശേഷങ്ങളൊന്നും ആവശ്യമില്ലാത്ത അതിഥികളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ശ്രീ പ്രശാന്തനോട് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ സൈബർ പൊങ്കാല, ഈ ഫുൾ സ്റ്റോപ്പ്, കുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫുൾ സ്റ്റോപ്പാണ്. കോമ എന്ന് പറയുന്നൊരു തുടർച്ചയാണ്. അപ്പോൾ ഈ സൈബർ പൊങ്കാല എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഫുൾ സ്റ്റോപ്പ് ആവശ്യമുണ്ടോ? അത് സാധ്യമാണോ? എനിക്ക് തോന്നുന്നത് ചേർത്ത് വെച്ചു ഈ സൈബർ പൊങ്കാല എന്ന് പറയുന്നത് ഒരു പ്രയോഗമായി ഇപ്പം ആക്സെപ്റ്റഡ്, ഇതൊരു തുടർക്കഥയാണ്. ഇത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർ കാണുകയാണ്. സ്ഥിരമായി പുറകിലേക്ക് കേൾക്കാലോ അല്ലേ? ലെവലൊന്ന് അപ്പ് ചെയ്യണോ? ഓക്കെ, ശരിയാക്കാം. അതുകൊണ്ടാണ് ചോദിച്ചത്. സ്ഥിരമായി ഏറി പോകുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ കുറച്ച് ഹരീഷ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹരീഷിന്റെ പ്രധാന ജോലി തന്നെ ഏറി പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഏറി പോവും, അപൂർവമായിട്ട് ലാൻഡ് ചെയ്യും. എയർമാനാണ് അദ്ദേഹത്തിന്. ഇപ്പം ഈ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പലർക്കും ഇതൊരു ശീലമായി കഴിഞ്ഞു. ശീലമല്ലാത്തവർക്ക്, ഇത് ആദ്യമായിട്ട് അനുഭവപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ട്രോമയാണ്. കാരണം പലപ്പോഴും ഇറ്റ്സ് വെരി അൺഫെയർ ഓൾസോ. നമ്മൾ പൊതുവെ ജഡ്ജ്മെന്റലായിട്ട് എന്തെങ്കിലും അങ്ങ് ജഡ്ജ് ചെയ്യാണ്. അറിയാത്ത കാര്യം, സത്യം പറഞ്ഞാൽ അറിയാത്ത കാര്യം മാത്രമാണ് അവിടെ വന്ന് അടിക്കുന്നത്. ഒരാളുടെ ഒരു തീരുമാനം എടുക്കുന്നതിനെ പറ്റി, ഒരാളുടെ അഭിപ്രായത്തെ പറ്റി, അതിൻ്റെ എന്താണ് അയാളുടെ ഷൂസിൽ നിന്നിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടൊന്നുമല്ല. പക്ഷെ കയറി ഒറ്റ അടിയങ്ങ് അടിക്കുകയാണ്. ഇറ്റ്സ് വെരി അൺഫെയർ. പക്ഷേ സമൂഹം അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ പൊതുസമൂഹത്തിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. ആരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ചുറ്റുപാടുള്ള സർക്കിൾ എന്താണെന്നൊക്കെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന ആർക്കും കയറി കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയായിട്ട് നമ്മളവിടെ യു ആർ എക്സ്പോസ്ഡ്. അപ്പൊ അവിടെ അങ്ങനെ നിൽക്കണമെങ്കിൽ ഒന്നാമത് ധൈര്യം വേണം, കുറച്ച് മനക്കട്ടി വേണം, ഇത് ഈ പൊങ്കാലകളെ ഏറ്റുവാങ്ങാനുള്ള ഒരു മനസ്ഥൈര്യം വേണം. ആൻഡ് യു ഷുഡ് ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഇത് എന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല, ആൾക്കാരൊന്നും നന്നാവാൻ പോകുന്നില്ല, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ആളുകൾ നന്നാവത്തിന്റെ ആണോ പ്രശ്നം? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ചെണ്ടയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മളൊരു ചെണ്ടയായി നിൽക്കുക എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ആൻ ഈസി ജോബ്? അത് ഒരിക്കലും ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പ്രത്യേകിച്ച് മനുഷ്യർക്ക് എപ്പോഴും ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൈബിന്റെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ പാനിക്കാവും. അതെല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കംപ്ലീറ്റ് സൊസൈറ്റി നമ്മളെ ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു സ്പേസിലേക്ക് വരുമ്പോൾ മനുഷ്യന് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടും. പെട്ടെന്ന് ഒറ്റപ്പെടൽ അനുഭവപ്പെടും. എനിക്കൊരു സംശയമാണ്, സൈബർ പൊങ്കാല എന്ന് പറയുന്നത് തീർത്തും മോശമായിട്ടൊരു കാര്യമാണോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പല മേഖലയിലുള്ള ആളുകൾ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെ ഒന്ന് തോണ്ടാനാണല്ലോ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. പക്ഷെ ആ തോണ്ടൽ മനസ്സിലാക്കാം. അതല്ലാതെ ഇപ്പോൾ പലപ്പോഴും പല വാക്ക് പറഞ്ഞൊക്കെ വിവാദത്തിലാവുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ എക്സ്പോസ്ഡ് ആവുന്നത് ഈ സൈബർ പൊങ്കാല കൊണ്ടാണ് അല്ലേ? ചിലപ്പോൾ അവർക്ക് നിലപാട് തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ കൂട്ടത്തോടെ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് ഒരു നോർമൽ മീഡിയയിൽ വന്നിട്ടുള്ള അറ്റൻഷനൊക്കെ വളരെ മുമ്പ് തന്നെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യമല്ലേ? അവർക്ക് ആ പറഞ്ഞ കാര്യം തെറ്റിപ്പോയെന്നൊക്കെ ഉള്ള ജനകീയ വിചാരണ കൊടുക്കണമല്ലേ അത്? ചിലർക്ക് പൊങ്കാല കിട്ടുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു സന്തോഷം തോന്നുന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് എല്ലാവർക്കും സന്തോഷം തോന്നും. പക്ഷേ ഇതേ ഒരു കാര്യം ഒരു വ്യക്തിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ഭാഷയിലായിരിക്കില്ല. നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തോടെ പറയുന്ന ഒരു ഭാഷയുണ്ട്. പക്ഷെ ഇതൊരു മോബ് മെന്റാലിറ്റി ഉണ്ട്. കൂട്ടം കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ എമ്പതി പൊതുവെ കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് കുറച്ച് കടുത്ത ഭാഷയിൽ അബ്യൂസ് ചെയ്യാം. ആ ഒരു ഭാഷയുടെ പ്രയോഗം ഇയാൾക്ക് തിരുത്താനുള്ള അവസ്ഥയൊന്നും ആയിരിക്കില്ല, ജീവിക്കണ്ടെന്ന് തോന്നുന്ന തരത്തിലേക്ക് പുഷ് ചെയ്യുന്ന അതിനോടാണ്. ഒരു ലിമിറ്റ് വേണം എന്നുള്ളതാണ്. ഈ കൂട്ടം ചേരുക എന്ന് പറയുമ്പോഴേ ആക്ച്വലി ഇത് എങ്ങനെയാണ് കൂട്ടം ചേരുന്നത്? ഇപ്പോൾ ഒരു മൈതാനത്ത് 100 പേര് വന്നാൽ അതൊരു മോബാവും. 1000 പേര് വന്നാൽ അതിൻ്റെ സൈക്കോളജി എന്താണ്, അവരെങ്ങനെ പെരുമാറുന്നത് പറയാൻ പറ്റില്ല. നമ്മൾ മോബ് സൈക്കോളജിയെ കുറിച്ച് പറയും. പക്ഷേ ഇത് ഓരോരുത്തർ സ്വന്തം ഫോണിൽ സ്വന്തം സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് ലോകത്തിൻ്റെ ഏതൊക്കെയോ ഈ കൂട്ടം ചേരൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നമുക്ക് കൃത്യമായി മനസ്സിലാവാത്ത ഈ കൂട്ടം ചേരലായതുകൊണ്ടായിരിക്കും ഇതിന് പൊങ്കാല എന്ന് പേര് വന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ കൗതുകകരമായി ആലോചിച്ച് നോക്കി. പേരിന് ഭയങ്കര കൗതുകമുണ്ട്. പൊങ്കാല വളരെ വിശിഷ്ടമായൊരു ചടങ്ങായിട്ടാണ് നമ്മൾ കാണാറുള്ളത്, ഒരു ആരാധനയുടെ ഭാഗമായിട്ട്. ഇത്ര വിശിഷ്ടമായൊരു ചടങ്ങിന് എങ്ങനെയാണ് അധിക്ഷേപത്തിന് പൊങ്കാല എന്ന പേര് വന്നത്? പലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, പൊങ്കാല കുറേ സ്ത്രീകൾ ഒറ്റക്കൊറ്റയ്ക്കിരുന്ന് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണല്ലോ, അതിനുള്ളിലുള്ള ഇൻഗ്രീഡിയൻസും ഇതിങ്ങനെ തളച്ച് പൊങ്ങണം. ഒരു മനുഷ്യന്റെ മേത്ത് നെഞ്ചത്ത് കയറിയിരുന്ന ആൾക്കാർ തളച്ചട് പൊന്തുക എന്ന് പറയില്ലേ, ഈ സാധനത്തിനാണ് പൊതുവെ പൊങ്കാല എന്ന് പറയുന്നത്. അതായിരിക്കും ഒരു പക്ഷേ ഇതിനുള്ള സാമ്യത. പുതിയ കാലത്തെ
ഭാഗ്യവശാൽ അതിന് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സെന്റിമെന്റ്സ് ഹേർട്ട് ആവുന്നില്ല എന്നുള്ളത് നല്ല കാര്യം അല്ലേ? പൊങ്കാല എന്നുള്ള വാക്കിങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോഴും അതിനെ നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലല്ല, എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ ഇക്കാലത്ത് അതൊരു പ്രശ്നമല്ല എന്ന് പറയുന്നത് നല്ല കാര്യമാണല്ലോ. ഈ പറഞ്ഞതിന് പൊങ്കാല കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, എൻ ബി എന്ന് പറയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അതും ബേജാറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ രസകരമായ വാക്ക് എങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉപയോഗപ്പെടുന്നു. പുതിയ കാലത്ത് എല്ലാ വാക്കിലും ഉണ്ട്. ഇപ്പൊ നേരത്തെ എയർ പോവാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എങ്ങനെ ഈ എയർ പോകുന്നത് എന്ന് ഭയങ്കര കോമഡി ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കും. പൊങ്കാലായിട്ടാ നേരെ എയറിലാ പോകുന്നത്. ഹരീഷ് മാത്രമല്ല, പ്രമുഖരായ പലരും പോകാറുണ്ട്. ഇപ്പൊ മരിയ ഷറപ്പോ ഒരിക്കലും സച്ചിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞതിനാണ് അവരെന്നോ തട്ടുന്ന എല്ലാ പന്തിനേക്കാളും ഉച്ചത്തിൽ അവരൊറ്റ പോക്കങ്ങ് പോയത്. പിന്നെ അവിടെ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ മോബ് ആവുന്നത്, കൂട്ടം ചേരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരേ മെന്റാലിറ്റിയിൽ ഇത്തരം ഒരുപാട് ആളുകൾ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്നു. വിഷ്വലി അല്ലെങ്കിൽ ഫിസിക്കലി അവർ ഒരുമിച്ചല്ലെങ്കിലും അവരൊരുമിച്ചാണ്. അവരുടെ ഉദ്ദേശം ഒന്നാണ്, ഇയാളെ ഡീഫെയിം ചെയ്യുക എന്നുള്ള മാത്രം ഉദ്ദേശത്തിൽ കൂടിയ ഒരു കൂട്ടമായതുകൊണ്ട് മേ ബി നമുക്കതൊരു മോബ് മെന്റാലിറ്റി എന്ന് പറയാം. ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞതുണ്ടോ? നമ്മളിപ്പോൾ റോഡിലിറങ്ങിയാൽ നമ്മൾ എത്രത്തോളം നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയാമെങ്കിലും എതിരെ വരുന്ന വാഹനങ്ങൾ കൂടി ആശ്രയിച്ചിരിക്കും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. പക്ഷെ നമ്മൾ പരമാവധി സേഫായിട്ടൊക്കെ പോകാൻ ശ്രമിക്കും. എന്ന പോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ ലോകത്തും ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. കാരണം കാണാതെ പോയാൽ ചിലപ്പോൾ അവർ നമ്മളെ കണ്ടിട്ടുണ്ടാവും, അറ്റാക്ക് ചെയ്യപ്പെടാം. അപ്പോൾ എന്താ ഇതിൽ ഏതാണ് ഇതിൽ സേഫസ്റ്റ് വേ എന്ന് പറയുന്നത്? എന്താണ് ഇതങ്ങനെ ഒരു വഴിതിരിച്ച റോഡല്ലല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കം എവിടെയാണ്, ഒടുക്കം എവിടെയാണ്, വളവ് തിരിവ് എവിടെയാണെന്ന് മനുഷ്യർക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര ഫെയർ ആയാലും, ഇപ്പം അശ്വതിയൊക്കെ പൊങ്കാല ഏറ്റുവാങ്ങുന്നത് അവർ ചെയ്യുന്ന ഒരു പ്രശ്നത്തിനും അല്ല, അവർ ജീവിക്കുന്നതിനാണ്. ജീവിക്കാൻ പാടില്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് പറയുന്ന പ്രയാസമായിരിക്കും തോന്നുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ബ്രോസ്വാമി വചനങ്ങളുടെ ആളാണല്ലോ ശ്രീ പ്രശാന്ത്. ഒരുപക്ഷെ കളക്ടർ ബ്രോ എന്നുള്ള കാലത്ത് കേൾക്കുന്ന പോലെ പ്രശാന്ത് ബ്രോയെ ഇപ്പോൾ അത്രത്തോളം കാണുന്നില്ല എന്ന് മാത്രമല്ല എയറിലാവുന്നതും കാണുന്നില്ല. അത് ഡെലിബറേറ്റ് ആയിട്ടൊരു തീരുമാനമാണോ? ഒരു തരത്തിൽ പറഞ്ഞ ഡെലിബറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് അഡ്മിനിസ്ട്രേഷനകത്ത് അത് യു ഹാഡ് ടു ഡൂ ദാറ്റ്. നമുക്ക് ചോയ്സ് ഇല്ലായിരുന്നു. അപ്പോൾ വിസിബിളായി നിൽക്കും. അന്നേരം നമ്മുടെ പ്രൈവറ്റ് അക്കൗണ്ടും വിസിബിളായി നിൽക്കും. ഇന്ന് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻട്രാക്ഷൻ കുറവാണ്. ഇപ്പോൾ കളക്ടറായിട്ട് ഇരിക്കുന്ന അല്ലല്ലോ. ഞാൻ ഇപ്പോൾ സെക്രട്ടറി ലെവലിൽ വർക്ക് ചെയ്യുമ്പം കുറച്ചുകൂടെ അന്തർമുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിർബന്ധമല്ല ഞാൻ പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളത്. സോ ഐ മേക്ക് എ ചോയ്സ്. കാരണം ജനുവലി ഞാൻ കുറച്ചുകൂടെ ഒരു റിസർവ്ഡ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. ആ കാലം, അതായത് സജീവമായി ഇടപെട്ടിരുന്ന ബ്രോ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കാലം മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, സമാധാനമേ ഉള്ളൂ. പക്ഷേ അല്ല, അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്താ പറയുക, സർക്കാർ സംവിധാനത്തിന് കാലാവസ്ഥാ വകുപ്പുമായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. മഴ പെയ്യും ഒക്കെ അറിയാം. പക്ഷേ മഴയാണ്, അവധി വേണമെന്ന് കളക്ടറോട് പറയുന്ന ആരാണ്? ഈ നാട്ടിലെ സ്കൂൾ പിള്ളേരാണ്. കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് കയറിയിട്ടാണ് പറയുന്നത് ഇവിടെ മഴയാണ്, ഇവിടെ അവധി വേണമെന്ന്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാരെന്ന് യഥാർത്ഥത്തിൽ, കാരണം അങ്ങനെ ഒരു ആക്സസ് ഉണ്ട് എന്ന് തോന്നിപ്പിച്ചതാണല്ലോ. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ അല്ലേ? അന്ന് ജോലിയുടെ ഭാഗമായിട്ട് അത് വേണമായിരുന്നു. ഇന്നിപ്പോ ഒന്ന് ഈ സോഷ്യൽ മീഡിയയുടെ തുടക്കമാണ്. ഈ 15 തൊട്ട് ഇപ്പൊ 17 ശേഷമാണ് സൂം ചെയ്തത് മേളിലോട്ട് പോകുന്നതും. സോഷ്യൽ മീഡിയക്ക് കുറെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. ഇതിൽ ഒരു ഇഷ്യൂ ഇപ്പൊ ഈ പറഞ്ഞ മോബ് എന്ന് പറഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ. മോബ് സൈക്കോളജിയിൽ അടിസ്ഥാനപരമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഇല്ലാതെ ഒരാൾക്ക് എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ പറ്റും. അപ്പൊ ആൾക്കൂട്ടം നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടി നിൽക്കുക, അതിന്റെ ഇടയിൽ ഒരാൾക്ക് കല്ലെടുത്തറിയാം. അയാളിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ സാധ്യതയില്ല. ആ ഒരു ധൈര്യത്തിൽ കാണിക്കുന്ന തോന്നിയാസമാണ് ഈ മോബ് ലിഞ്ചിങ്. ഒരു മോബിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു ക്യാമറയിലോ എവിടെയുള്ള ഒരു കടയിലോ CCTVയിലെങ്കിലും പതിയും. ഇത് അങ്ങനെ പോലും പതിയാൻ പറ്റില്ല. ഇതിപ്പോ എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഫേക്ക് അക്കൗണ്ടുകളും ഉണ്ടാവാം. ഇപ്പൊ കൂട്ടത്തോടെ എല്ലാവരും തെറിവിളിക്കുന്നതിന്റെ ഇടയിൽ ഞാനും പോയി ഒന്ന് തെറിവിളിച്ചിട്ട് വരാം, എന്നെ പിടിക്കാൻ ഒന്നും പോകുന്നില്ല എന്ന് ഒരു ഭീരുത്വത്തിൽ നിന്നും കൂടെയാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു ആശാസ്യമായ സാധനമാണെന്ന് ഞാൻ പറയില്ല. അത് സമൂഹത്തെ നേർവഴിക്ക് നയിക്കുമെന്നോ കറക്റ്റീവ് മെഷറാണെന്നൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നട്ടലോട് നേർന്ന് പറയണം, മോനെ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഏത് വലിയ നേതാവിൻ്റെ അടുത്താണെങ്കിലും അത് നേരെ പറയാനുള്ള ഗട്സ് വേണം. അല്ലാതെ ഒരു ക്രൗഡിന്റെ ഇടയിൽ നിന്നിട്ട് വിളിച്ചു പോകുന്ന ആ ഒരു സ്വഭാവം വലിയ മിടുക്കാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. തീർച്ചയായിട്ടും. അശ്വതി, ഈ സൈബർ ഇടത്തേക്ക് വാഹനമൊക്കെ എടുത്ത് പോകുമ്പോൾ ഇപ്പൊ എന്താണ് മനസ്സിൽ, എന്തൊക്കെ ആലോചിച്ചിട്ടാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുക? സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടുന്നതിന് മുൻപ് ഒരു 100 വട്ടം പലരുടെ ആംഗിളിൽ നിന്നിട്ട് ചിന്തിക്കും. അവർക്ക് ഇത് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഇവർക്ക് ഇത് വായിച്ചാൽ. അത് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പറയണമെന്ന് തോന്നിയാൽ പോലും പറയണ്ടെന്ന് വിചാരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഏറി പോകാൻ വയ്യ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് ആണല്ലോ. അതെ, അതിനൊരു ബ്രേക്ക് വേണം. ഒരു പീസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ
പറയണ്ടെന്ന് വിചാരിക്കും. പിന്നെ ഇതുപോലെയുള്ള സ്പേസുകളിൽ വന്നിട്ട് ഈ പറയുന്ന ഈ ആളുകളെ പറയേണ്ടതെന്ന് വിചാരിക്കാന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യലി റെലവെന്റ് ആയ അതർവൈസ് പറയണം, അത് പറയുന്നത് 4 പേർക്ക് ഗുണമാവും എന്ന് വിചാരിക്കുന്ന കാര്യത്തെ പോലും ഈ ഒന്ന് ഉൾവലിവുണ്ട്. റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയും. പക്ഷെ അതല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. നമ്മളെ നമ്മുടെ വീട്ടിലിരിക്കുന്നവരെയും വെറുതെ പറയാം എന്ന് മാത്രമേ ഉള്ളെങ്കിൽ എന്തിനാ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതെന്ന് വിചാരിക്കാറുണ്ട്. ഒന്നും പറയണ്ട, ഒരു ഫോട്ടോടാന്ന് വിചാരിച്ചാൽ ഈ ആലോചന ഉണ്ടോ? ഇപ്പൊ അത്ര വലിയ ആലോചന ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ചൊല്ലിയിട്ടുള്ള ഈ പൊങ്കാലകൾക്ക് ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരാൾ വന്നിട്ട് അതിനെ മോശമായിട്ട് പറയുമ്പോഴേക്കും അയാളെ വന്ന് തിരുത്തുന്ന ഒരു 10 പേരെ ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അയാളെ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട്. താൻ ഏത് നൂറ്റാണ്ടിലാണ്? അതെ, പൊങ്കാലക്കാർക്ക് തിരിച്ചു പൊങ്കാല ഇടുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. സോ അവര് സത്യം പറഞ്ഞാൽ നമുക്കൊരു സേഫ് സ്പേസ് ഒരുക്കി തരാറുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഈ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധികൾ കൂടെ പലപ്പോഴും രൂപപ്പെട്ട് കണ്ടല്ലോ. നമ്മൾ അങ്ങനെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് അറിയാൻ പറ്റുമല്ലോ. എന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ ഇത്തരം പരിഹാരങ്ങൾ? എന്താണ് എങ്ങനെ സമീപിക്കുന്നത്? അശ്വതി പറഞ്ഞതിനോട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക? തീർച്ചയായും നിർബന്ധപൂർവമായിട്ടും നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടിരിക്കുക, അതാണ് പുതിയ ട്രെൻഡ്. പ്രോഗ്രസീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പുതിയ ട്രെൻഡ്. അങ്ങനെ അല്ലാത്തവർക്കാണ് ഇപ്പോൾ പൊങ്കാല എന്ന് പറയുന്നത്. അത് ഈ പ്രതിസന്ധിയുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പരിഹാരമാണ്. എനിക്ക് അതിന് മുമ്പ് പറഞ്ഞു വെക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് 1-ാം നമ്പർ ഒരു നവോത്ഥാന നായികയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖം കാണിക്കാൻ വിമുഖതയില്ല, അല്ലെങ്കിൽ നമ്മൾ എത്രയായാലും അദൃശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് സീൽ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പൊട്ടിച്ചങ്ങ് മുന്നോട്ട് വരാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയാണ്. അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു എന്താ പറയുക, നവോത്ഥാനമായിട്ട് തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ സൈബർ സ്പേസ് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ എല്ലായിടത്തും എന്ന പോലെ ഒരു പക്ഷേ ഇന്ത്യയിൽ നമ്മളെ സംസ്കാരത്തിൽ കുറച്ച് കൂടുതൽ എന്ന പോലെ ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോൾ ഒരു ചീത്ത കാര്യം ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അതാണ് പിന്നീട് അഭിപ്രായങ്ങളാവുകയും അഭിപ്രായ വ്യത്യാസങ്ങളാവുകയും പൊങ്കാലയാവുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നത്തിനുള്ളിൽ നിന്ന് തന്നെ പരിഹാരം രൂപപ്പെട്ടു വരും. ഇപ്പം നമ്മൾ കേസ് കൊടുക്കുന്നു, സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം നമുക്കെതിരെ ഉണ്ടായി, ഡിഫമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ലീഗലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് നമ്മളൊരു കേസ് കൊടുക്കുന്നു. ആ കേസിന് ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല, ഒരു 100 പ്രാവശ്യം ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ഉണ്ടായേ പറ്റൂ എന്നുള്ള നിർബന്ധിതാവസ്ഥയിലേക്ക് എത്തും. അത് എത്തിച്ചേർന്നത് ഈ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രത്തിന്റെ ആവർത്തനം ഉണ്ടാവും ഈ സ്പേസിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ അശ്വതി പറഞ്ഞ പോലെ ഒരു കാര്യം ാൽ ഒരു 2ാമത്തെ ആലോചന, 3ാമത്തെ ആലോചന എന്നിട്ട് തീരുമാനിക്കുക, എന്നിട്ട് തീരുമാനം വേണ്ടാന്ന് വെക്കുക. അങ്ങനത്തെ സാഹചര്യങ്ങൾ നജ്മയ്ക്കുണ്ടോ? അല്ലെങ്കിൽ നജ്മയുടെ സർക്കിളിൽ സ്ത്രീകളോ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ഇടപെടുന്നവരെ അവിടെ നടക്കുന്ന ചലനങ്ങൾ ഇത്തരം പ്രത്യാഘാതങ്ങളെ കുറിച്ച് തോന്നിപ്പിച്ചിട്ട് വേണ്ട എന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ? 100 വട്ടം ഉണ്ട്. ഉണ്ടായി തീരുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ഷെയ്പ്ഡ് ആയിപ്പോയി. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നെഗറ്റീവ് കമൻറ്റ് എന്നുള്ളതല്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഉണ്ടാക്കുന്ന ഒരു ഹെയ്റ്റ്രഡ് ഉണ്ടാവുന്ന ചില പോസ്റ്റുകൾ, ചില കമൻറ്റുകൾ നമ്മൾ ബോധപൂർവം വേണ്ടാന്ന് വെക്കും. ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞപ്പം അയ്യപ്പദാസിന് അത് ഒരു ടെംപ്റ്റേഷൻ വന്നു, അതിലുണ്ടില്ലൊരു ഞാൻ NB ചേർക്കണം എന്നുള്ളത്. ഇത് നമ്മൾ സ്വമേധയാ ഉണ്ടായി വന്നതല്ല, നമ്മൾ രൂപപ്പെട്ട് വന്നതാണ്. നമ്മൾ ഇടപഴകുന്ന ചുറ്റുപാടിൽ നിന്ന്, ഈ നിരന്തരമായി നമ്മളെ തിരുത്തുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന നിലപാടുകളിൽ നിന്ന്. അതുകൊണ്ട് ആ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്വഭാവം സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇപ്പോൾ പ്രശാന്ത് ഈ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഇപ്പം ഞാൻ താങ്കളുടെ ഫേസ്ബുക്കൊക്കെ കയറി നോക്കുമ്പോൾ ഇപ്പോൾ കാർഷിക മേഖലയിലാണ് വ്യാപരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില നവീനമായിട്ടുള്ള ആശയങ്ങളെ വെച്ച് കാംകോയൊക്കെ ബന്ധപ്പെട്ട് ഞാൻ കണ്ടു. ഓക്കെ, അതിൽ ലിമിറ്റഡ് സ്പേസ്, ലിമിറ്റഡ് അല്ല, സ്പേസ് വലുതാണ്, പക്ഷേ അതൊരു പക്ഷേ പബ്ലിക്കിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതിൽ സ്പേസ് ലിമിറ്റഡ് ആയിരിക്കും. എങ്കിലും ഇപ്പോൾ ഈ പിറന്നാളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനുഭവങ്ങളെക്കുറിച്ചും അനുഭവങ്ങളുടെ എന്താണ് നമ്മൾ ന്യൂട്രാലിറ്റിയെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ബോധ്യങ്ങൾ രൂപീകരിക്കുന്നതിൽ ഈ സൈബർ സ്പേസ് എത്ര വലിയ റോള് വഹിക്കുന്നുണ്ട്? എനിക്കൊന്ന് സൈബർ സ്പേസിൽ നമ്മൾ പലപ്പോഴും പലതും പങ്കുവെക്കുകയും ചിലത് പങ്കുവെക്കാതിരിക്കാൻ ബോധപൂർവം തീരുമാനിക്കാൻ ഉള്ള സാഹചര്യമാണ് ഇപ്പം ഈ പൊങ്കാല കാരണം ഉരുത്തിരിഞ്ഞ് വരുന്നത്. പക്ഷെ ഫണ്ടമെന്റലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ആർട്ടിക്കിൾ 19(1) പ്രകാരം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു അവകാശമാണത്. ഈ അവകാശത്തെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിനല്ല ഒരാൾക്കും ഒരു അവകാശവും ഇല്ല. അപ്പൊ ഇഷ്ടമുള്ള ഒരു കാര്യം പറയാൻ അയാൾക്ക് അവകാശമുണ്ട്, സോ ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ.
ഇപ്പോൾ ഇല്ലീഗൽ ആണെങ്കിൽ ഡിഫമേഷന് നടപടിയെടുക്കാം. അല്ലാതെ വേറെ ആരെങ്കിലും കയറി നിയന്ത്രിക്കാൻ വരിക, അല്ലെങ്കിൽ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും ആശാസ്യമൊന്നുമല്ല. ഒരു സമൂഹത്തിനും ഒരു വ്യക്തി സ്വാതന്ത്ര്യമായാലും ശരി, നേരത്തെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പം നമ്മുടെ ഭരണഘടന ഉറപ്പ് തന്നിട്ടുള്ള ഒരു ഫ്രീഡമാണത്. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എന്ത് പൊങ്കാലെന്ന് എന്ത് പേര് പറഞ്ഞാലും ഞാൻ പറയുന്നത് അതൊക്കെ ഒരു കാട്ടാളം എന്നല്ല, വളരെ ഒരു ഒരു റിഗ്രസീവ് ആയിട്ടുള്ള, നമ്മളുടെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങളാണ്. അത് വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈലിനകത്ത് കുത്തി കളിച്ചു എന്ന് വിചാരിച്ചത് മോഡേൺ ഒന്നും ആവാൻ പോകുന്നില്ല. അത് സത്യം പറഞ്ഞാൽ പ്രാകൃതമായ ഒരു സ്വഭാവമാണ്. ഇത് ഈ സൈബർ സ്പേസിൽ നമുക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോയി, അതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നോക്കാം, നോക്കാതിരിക്കാം. നമ്മളത് ഏതൊക്കെ രൂപത്തിൽ അബ്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം, ചിലപ്പോൾ അതിൽ നമ്മൾ ആശങ്കപ്പെടാം. ഇനി അവിടെ തീരുന്നുണ്ടോ? അതിനപ്പുറത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? പിന്നെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അനോണിമിറ്റിയിൽ നിന്നുകൊണ്ട് എന്തും പറയാമെന്നുള്ളൊരു സംഭവമുണ്ട്. അത് എത്രയോ പേര് വേദനിപ്പിക്കുന്നവന് കുടുംബങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. വെരി അൺഫെയർ ഓൾസോ. പലപ്പോഴും അവിടെ വന്നിട്ട് എന്തെങ്കിലും വൃത്തികേടോ എന്തും പറഞ്ഞിട്ട് പോകാം. അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും പിന്നെ അവിടെ ഇവിടെ പറക്കുക. അപ്പം അവിടെ ഒരു മറുപടി പറയാനൊരു സാഹചര്യമില്ല, ക്ലാരിഫൈ ചെയ്യാൻ ഒരു അവസരമില്ല. ഇറ്റ്സ് വെരി അൺഫെയർ. ഇത് എത്ര പേരുടെ ജീവിതത്തിൽ വിഷമവും സങ്കടവും ഉണ്ടാക്കും എന്നുള്ളത് പലരും തിരിച്ചറിയുന്നാലും ദേ ഡോണ്ട് കെയർ. ഇത് ലാക്ക് ഓഫ് എംപത്തിയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരു കമ്പാഷൻ കുറഞ്ഞു വരുന്ന സമൂഹത്തിന്റെ ലക്ഷണം കൂടെയാണ് എത്ര പേര് ഇതിലൊക്കെ ഏർപ്പെടുന്നു എന്നുള്ളത്. ഇതിലാകെയുള്ളൊരു നല്ല വശം എന്ന് പറഞ്ഞാൽ, വ്യക്തിപരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നേരത്തെ അച്യുതയും പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയാൻ പോകുമ്പോഴും ഒന്ന് ആലോചിക്കുമ്പോൾ പേടിച്ചിട്ടല്ല, പലപ്പോഴും നമ്മൾ ആലോചിക്കും ഇത് ആവശ്യമുണ്ടോ എന്നുള്ളൂ, ഇതുകൊണ്ടൊരു മാറ്റമുണ്ടോ. വളരെ വിവരമുള്ള നല്ല ബോധമുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്കൂളിൽ തന്നെ ഒരു ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതൊക്കെ ഇപ്പോഴാണ് ഓർക്കുന്നത്. അതായത് നീ വായ തുറന്ന ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഗോയിങ് ടു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സേ സംതിങ്, ഇറ്റ് ഷുഡ് ബി ബെറ്റർ ദാൻ സൈലൻസ്. നിശബ്ദതയെക്കാട്ടിലും മനോഹരമായ എന്തെങ്കിലും ആയിരിക്കണം നീ പറയുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നാൽ മതിയെന്ന്. അപ്പൊ പലപ്പോഴും നമ്മൾ ആ ഒരു ടെസ്റ്റ് നടത്തി നോക്കും. ആ ടെസ്റ്റ് അടിച്ച് നോക്കുമ്പം ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തോന്നും. ഇതുകൊണ്ട് കുറച്ച് പേർക്ക് വിഷമം തോന്നും, കുറച്ച് പേർക്ക് ചൊറിയും, അവൻ വന്നിട്ട് അതിനെക്കാട്ടിലും ചൊറിയും. അവനത് മനസ്സിലാക്കാനുള്ള സെൻസോ അല്ലെങ്കിൽ അറിവോ, പലപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനകത്ത് വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് പലപ്പോഴും ഇൻസൈഡ് ഇൻഫർമേഷൻ പലതിൻ്റെ ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്കീമോ എന്തെങ്കിലുമൊക്കെ ഇടുകയാണ്, നമുക്കറിയാം പൈപ്പ് ലൈനിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, മറ്റ് പല കാര്യങ്ങൾ പല വശത്തുനിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാൾ ചിലപ്പോൾ വന്ന് അവിടെ ഒറ്റ ഒരു ജഡ്ജ്മെന്റ് അങ്ങ് അടിച്ചു വിട്ടു പോകും. ഇതെല്ലാം പോക്കാണ്, ഇതൊന്നും നടക്കുകയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ അവിടെ അതിൻ്റെ ന്യായം പറയാനും ഇതൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട, എന്തിനാണ്, വഴിയേ അറിയട്ടെ, നമുക്കതൊന്നും അവിടെ പറഞ്ഞിട്ട് പോലും കാര്യമില്ല, പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യം. പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ പാത്രം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പാത്രമാണ്. അവിടെ എന്താ പറയുക, സ്വർണ്ണപാത്രം തൊട്ട് കോളാമ്പി വരെ ഉണ്ട്. അപ്പം ഏതിൽ വിളമ്പും? ഇതിൽ ഒരു കാര്യം, ഇപ്പോൾ ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്ന പോലെ, ഈ പൊങ്കാല എടുത്തവൻ പൊങ്കാലയാൽ അടങ്ങുന്ന ഒരു സാഹചര്യത്തിന് സാധ്യതയുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പൊങ്കാല ഇടുന്നവൻ എല്ലാ കാലത്തും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണോ, അതോ അവനും നാളെ ഇതേപോലെ തന്നെ അനുഭവം വരുമ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പോപ്പുലേഷനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യത അതിൽ ഉണ്ടോ? ബേസിക്കലി നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് നമ്മൾ ഇതിനകത്തോട്ട് കാണിക്കുന്നത്. അതായത് ഒരാൾക്കൊരു വീഴ്ച പറ്റുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും കൂടെ, ബേസിക്കലി അതാണ് സംഭവിക്കുന്നത്. ഒരാൾ സോഷ്യലി അയാൾക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമുക്കത് അത്ര പോരാന്ന് തോന്നുന്നു. ആ സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഇങ്ങനെ അയാളെ രണ്ട് കുറ്റം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരാൾ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ട്, നമ്മൾ ഇയാളെക്കാൾ എന്തുകൊണ്ടോ ഒന്ന് മികച്ചതാണ്. ഒന്നും ഉണ്ടാവില്ല, നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇയാളുടെ സംഭവത്തിൽ അത് എക്സ്പോസ്ഡ് ആയി, നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ശരിക്കും മാടമ്പള്ളിയിലെ മനോരോഗി മാറി നിന്ന് സന്തോഷിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ശരിക്കും പല സിറ്റുവേഷനിലും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ ഇതിനെക്കഴിഞ്ഞും വലിയ കള്ളത്തരം ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് വേറൊരാൾ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ അവർ സേവ് ചെയ്യപ്പെടുന്ന പോലത്തെ ഒരു സന്തോഷമുണ്ട്. അതാണ് ഒരു മിക്ക പോസ്റ്റുകളുടെ അടിയിലുള്ള ചില കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ബാക്കിയുള്ളവരൊക്കെ സദാചാരത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അല്ല, ഇതിലിപ്പോൾ നമ്മൾ പുരോഗമന എന്താ പറയുക ഒരു സൊസൈറ്റിയാണ്, നമ്മളതൊക്കെ അവകാശപ്പെടുകയാണെങ്കിലും അതൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു ഇടമാണ് ഇങ്ങനെ പലതിലും കയറി നോക്കി. അപ്പോൾ എല്ലാ ദിവസവും എന്നുള്ളത്, പക്ഷേ ഇത് ശരിയല്ലെന്നും ഇത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒരു പരിധിക്കപ്പുറം ഒന്ന് ഒളിഞ്ഞു നോക്കാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്നും എന്നൊക്കെ തുടങ്ങിയതൊന്നും അറിയാത്ത ആളുകളല്ല നമ്മളാരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നലെ കണ്ടില്ലേ ഒരു വിവാഹം നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വർത്തമാനങ്ങളാണ് എൻ്റെ താഴെ നടക്കുന്നത്. ഇതൊന്നും നമ്മുടെ ബിസിനസ് അല്ല. പക്ഷേ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? നമ്മുടെ പണിയല്ല.
ഇത് നിങ്ങളുടെ അല്ല എന്ന് മനസ്സിലാവണം. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യവുമല്ല, പക്ഷെ അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ അതിൻ്റെ വഴി? മായാവിയുടെ മാന്ത്രികോടിയൊന്നും നമ്മളെ കയ്യിലില്ലല്ലോ. പക്ഷെ ഈ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ പറയാം, ഈ പൊങ്കാലക്കാരുടെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്ന മനുഷ്യർ ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കണക്കാണെങ്കിൽ പുരോഗമനപരമായി ഇടപെടുന്നതാണ് പുതിയ കാലത്തെ ട്രെൻഡ്. അങ്ങനെ അല്ലാതാവുന്നത് ട്രെൻഡ് ഔട്ട് ആയി പോകുന്നു. ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. കുറച്ചു കാലം മുമ്പ് RLV രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നിറം നോക്കി അധിക്ഷേപിച്ച ഒരു വ്യക്തിയെ, സത്യഭാമയെ, കേരളം മുഴുവൻ എടുത്ത് ഏറ്റവും കുഞ്ഞു മക്കൾ വരെ എടുത്ത് അങ്ങ് ഏറെ കയറ്റി. പിന്നെ എന്നാണ് ഇവർ തിരിച്ചറിഞ്ഞതെന്ന് നമ്മൾ അറിയുന്നില്ല. അത്രയും വലിയ രൂപത്തിൽ അവർക്കെതിരെ പൊങ്കാല എന്ന് തന്നെ പറയും. വളരെ പോസിറ്റീവായിട്ട് നന്നായില്ലേ അത്? ശരി, നന്നായില്ലെന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം ഇവരിൽ തന്നെ ഈ വലിയ ഡയലോഗ് ഇട്ട ആള് പെണ്ണ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു പെണ്ണിന് നിറം കുറവാണ്, കല്യാണം കഴിക്കാൻ പറ്റൂല. ഇത് അപ്പോഴും അവർക്ക് കളറാണ് പ്രശ്നം എന്ന് മനസ്സിലായില്ല. ട്രെൻഡ് സത്യഭാമയ്ക്ക് എതിരാണ്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ എതിരെ അങ്ങ് പോയേക്കാം. ഇതിലൊരു മനുഷ്യനും നിറത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലായില്ല സംസാരിക്കുന്നത്. ഭരതനാട്യം കളിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാവേണ്ട കണ്ടീഷൻസ് എന്താണ്, പ്രീ കണ്ടീഷൻസ് എന്താണ്, അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യനായി കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതാണ് ഇപ്പോഴും ആ മനുഷ്യർ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷെ ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളാണ്. നമ്മുടെ തന്നെ അനുഭവം പറയാം. ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇടുന്നു, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ആദ്യ കമൻറ്റ് വരുന്നത് പൊതുവെ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡാണ്. ആദ്യ കമൻറ്റ് പോസിറ്റീവ് കമൻറ്റ് ആണെങ്കിൽ ബാക്കി എല്ലാവരും അത് ഭയങ്കര കൈയടിച്ച് സ്വീകരിക്കും. ആദ്യ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ പിന്നെ എന്താണെന്നറിയില്ല, ആ പോസ്റ്റിനുള്ള റീച്ചും ഉണ്ടാവില്ല, എല്ലാം നെഗറ്റീവ് കമൻറ്റും ആയിരിക്കും. അത് ശരിയാണ്. അത് പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു നെഗറ്റീവ് കമന്റ് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് ഹൈഡ് ചെയ്യും. അടുത്തൊരു പോസിറ്റീവ് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അതായത് വേറൊരാൾ അത്ര ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഒരു പോസ്റ്റ് ഇടുന്നേ ഉള്ളൂ, അതിന് വേണ്ടി എടുക്കേണ്ട എഫർട്ടിനെ കുറിച്ചാണ്. അല്ല, നല്ല കമന്റ് ഇടാൻ വേണ്ടി അശ്വതിക്ക് ഒരു ഫേക്ക് അക്കൗണ്ട് കൂടെ ഉണ്ട്. കറക്റ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു നെഗറ്റീവ് കമന്റ് വളരെ സമയമെടുത്ത് കഷ്ടപ്പെട്ട് ഇവര് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഹൈഡ് ചെയ്ത് കളയാം. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാ. ലൈക്ക് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മളൊരു നല്ല ഉദ്ദേശത്തോടെ ഇടുന്നൊരു പോസ്റ്റ് ആണെങ്കിൽ മെജോറിറ്റി ആളുകൾ നല്ലതാണ്, സത്യം പറഞ്ഞാൽ നല്ല ഉദ്ദേശമൊക്കെ തന്നെയാണ്. പക്ഷെ 1-2 പേര് വന്നിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കുമ്പോഴേക്കും കുറച്ചുപേർ അതിന്റെ പിന്നാലെ കൂടി പോകുന്നതാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ സംസാരിച്ച് വന്നേ തന്നെ ഇപ്പം നമ്മൾ ഈ സൈബറിൽ ഇരിക്കുന്നവർ മുഴുവൻ എന്തോ പാതകം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു സന്ദേശം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അതിപ്പോൾ അശ്വതി പറഞ്ഞത് തന്നെയുണ്ട്. ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോയേക്കാം. പക്ഷേ അല്ലാത്ത ആളുകളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഈ പറഞ്ഞ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം, പേരൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രായമൊക്കെയാണ് പ്രശ്നം. 49 വയസ്സുള്ള ഒരാൾക്ക് 43 വയസ്സുള്ള ഭാര്യയോ തുടങ്ങി എന്തൊക്കെ പ്രശ്നങ്ങളാണ്, മുടി താടി ഒക്കെ പ്രശ്നമാണ്. ആരുടെ പ്രശ്നമാണെന്ന് ഇതൊക്കെ. അപ്പോൾ പക്ഷേ അവിടെയുണ്ട് ഒരുപാട് പേരൊന്നും നിങ്ങളുടെ പണിയല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കണ്ടിട്ട് ഈ പൊങ്കാലക്കാർ അടങ്ങുമെന്നറിയില്ല. പക്ഷേ ശ്രീ പ്രസാദ്, എനിക്കൊരു സംശയമുള്ളത്, ഈ പൊങ്കാലക്കാരുടെ മനഃശാസ്ത്രം ഒരു ഗവേഷണ വിഷയമാണോ? അതിൽ ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സ്ഥിരമായി ഞാൻ പോയി പൊങ്കാലയെ ഇടൂ എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കുറേ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ, കുറേ കയ്യടി വാങ്ങും. ആ കയ്യടി വാങ്ങുമ്പോൾ തന്നെ എനിക്ക് തന്നെ അറിയാവുന്ന കുറേ ആളുകൾ, പേര് പറയുന്നില്ല, പ്രശസ്തരായിട്ടുള്ള കുറേ ആളുകൾ, അവർക്കറിയാം ഈ കയ്യടി ഞാൻ ഒരുപാട് ആഹ്ലാദിക്കേണ്ടതല്ല, കാരണം ഇവൻ തന്നെ നാളെ എന്നെ എടുത്ത് തൂക്കിയടിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവരുടെ ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പഠന വിഷയമാണോ ശരിക്കും? ആക്ച്വലി ഇതിൽ കുറേ റിസർച്ച് നടന്നിട്ടുണ്ട് കേട്ടോ. റിസർച്ച് നടന്നിട്ടുണ്ട്. അത് നമ്മുടെ സാധാരണ മോബ് സൈക്കോളജി ആയിട്ട് വളരെയധികം പാരലൽസ് ഉണ്ട്, സാമ്യവും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഇല്ലായ്മയിലൂടെ എന്തും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. അവിടെ ഞാൻ പറഞ്ഞ ഒരു ന്യൂട്രാലിറ്റിയും കൂടെ നമ്മൾ കാണുന്നത്. ന്യൂട്രാലിറ്റി എന്ന് ഞാൻ പറയുന്നത് നോർമേറ്റീവ് ആവാതെ, അതായത് നല്ലത് ചീത്ത എന്നൊക്കെ പറയുന്നത് വളരെ ആപേക്ഷികമാണ്. ഇപ്പം നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന ഒരു കാര്യം എല്ലാവരും പറഞ്ഞു, മറ്റേ ആൾ ചീത്ത ഏതെല്ലാവരും, അങ്ങനല്ല. നമ്മൾ ന്യൂട്രലായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും ഒരു മോബ് ഒരുമിച്ച് വന്ന് നിന്ന് ഒരാളെ പാഠം പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ദാറ്റ്സ് നോട്ട് റൈറ്റ്. കാരണം ഈ നല്ലതും ചീത്തയൊക്കെ ഒരു സന്ദർഭം അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും രാജ്യം അനുസരിച്ചും നാടനുസരിച്ചും കമ്മ്യൂണിറ്റി എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഒരു ഇൻഡിവിജ്വലിന്റെ അവകാശമാണ് അയാളുടെ അഭിപ്രായം. അത് ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ വേറൊരു ആള് വന്ന് പറയുന്ന അവിടെ തീർന്നു. അത് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. നേർവഴിക്കാക്കാൻ വേണ്ടിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. കാരണം ഇത് ഞാൻ ലിബറൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, എപ്പോഴും ലിബറൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ലിബറലിസത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്ന തീവ്രവാദികളുണ്ട്. അവരെ നമ്മൾ ഓക്കെ അടിക്കും.
അവിടെ തീർന്നു നിങ്ങളുടെ ലിബറലിസം. ലിബറലിസം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞാൽ പോരാ, യു ഷുഡ് ബി റിയലി ലിബറൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ നേരത്തെ നിറത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞു, നിറത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് അതിനെ അവജ്ഞയോടെ പുച്ഛത്തോടെ നിങ്ങൾ യോജിക്കുന്നില്ല, ഓക്കെ പോട്ടെ എന്ന് പറയാനുള്ള ഒരു പക്വത നിങ്ങൾക്ക് വേണം. അല്ലാതെ ഉടനെ അവരെ ഞാൻ ഇപ്പം തിരുത്തും, നമ്മളെല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്ന് അവരെ ഇപ്പം നാളെ തൊട്ട് നന്നാക്കി കളയും. ഹു ആർ വി? തീർച്ചയായിട്ടും അതാണ് ചോദ്യം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ നമ്മൾ സാധാരണ ഇതിൽ ഏതൊരു സോഷ്യൽ മെനസിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക, ലഹരി, ബോധവൽക്കരണം, ഇപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം, ബോധവൽക്കരണം എന്നൊക്കെ പറയും. ഈ സൈബർ സ്പേസിൽ ഇടപെടൽ എന്നുള്ളതിനെ കുറിച്ച് അതൊരു എന്താ പറയുക, ആളുകളെ എങ്ങനെ മനസ്സിലാക്കിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കൂടുതൽ ഒരു സോഷ്യൽ സ്പേസിലുള്ള മാനേഴ്സ് എന്താണെന്നുള്ളതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് വളർത്തണം എന്നുള്ളത്. നമ്മുടെ വാല്യൂ സിസ്റ്റം അങ്ങനെയാണല്ലോ. എത്ര ചെറുപ്പത്തിലെ എത്ര നന്നായി ഫീഡ് ചെയ്യുന്നു അനുസരിച്ചായിരിക്കും നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ തോന്നില്ല, അത്രയ്ക്ക് നന്നായിട്ട് അത് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത്, ഒരു ബസ്സിൽ കയറുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ക്ലാസ് റൂമിൽ മോക്ക് ആക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൈബർ സ്പേസിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കുട്ടികളോട് ചെറുപ്പത്തിൽ തൊട്ട് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പം എൻ്റെ മകളോടൊക്കെ ഇങ്ങനൊരു സംഭവം നടന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം തന്നെ, സത്യഭാമ ടീച്ചറിൻ്റെ ആ ഒരു വിഷയം നടന്ന സമയത്ത് തന്നെ എൻ്റെ മകളോട് ഇങ്ങനെ കാര്യം പറഞ്ഞ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അവളെ എടുത്ത് പറഞ്ഞു, ഹൗ റൂഡ്, എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികൾ. കുട്ടികൾ നല്ല ബോധ്യത്തിലാണ് വളർന്നു വരുന്നത്, എനിക്കൊരു ഹോപ്പുണ്ട്. അപ്പം അത് കുറച്ചും കൂടെ നന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപക്ഷെ ഈ പൊങ്കാല സ്വീകരിച്ച കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് ചോദിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോയി ഇതിനൊക്കെ അക്കൗണ്ട് ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ള, അല്ല അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ സ്ഥിരമായി ഇന്ന അക്കൗണ്ടുകളിൽ നിന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നൊരു ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിലാക്കാറുണ്ടോ, അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അത് ആരാണ് തേടി പോകാൻ തോന്നാറുണ്ടോ? അങ്ങനെയല്ല, പോയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഈ കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് തന്നെ ചൊറിയാൻ വരിക എന്നുള്ള പോലെ വരുന്ന ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. ചിലർ പറഞ്ഞിട്ട് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും, ചിലരെ നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തോട്ട് ഓഡിയൻസിന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരിക്കും ഇവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടാത്തൊരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അല്ല. ഓക്കെ ശരി. അപ്പോ നമുക്ക് വേണ്ടാത്ത തരത്തിലുള്ള എനർജി പമ്പ് ചെയ്യുന്ന ഒരാളെ നമ്മുടെ ഒരു ഇടത്തിൽ വേണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു പോസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ വേറൊരു മീഡിയ എടുത്തോണ്ട് പോയിട്ട് ഇത് വളച്ചൊടിച്ച് നമുക്ക് പൊങ്കാലയ്ക്കുള്ള ഒരു കല അവർ സെറ്റ് ചെയ്ത് തരും. അത് ഇറ്റ്സ് ടു ക്രൂവൽ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്നലെ നടന്ന വിവാഹത്തിന്റെ വിഷയം പോലും അതൊരു പ്രമുഖ മാധ്യമം അതിനെക്കുറിച്ച് അങ്ങനെ ചെയ്തു, ആളുകൾ ഇങ്ങനെ ഭയങ്കര പൊങ്കാല ഇടുന്നുണ്ടെന്നുള്ള വളരെ എംപതറ്റിക് ആയി എന്ന് പറഞ്ഞ് അവർ ഇട്ടൊരു ന്യൂസിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടൈറ്റിൽ. അതായത് വീണ്ടും അതിന്റെ താഴെയും പോയിട്ട് ആളുകൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ റീച്ചിന്റെ ഗുണം ഞങ്ങൾ കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലേ? ഇതിപ്പോ ഫോണുള്ളവരൊക്കെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കാലമാണ്. അപ്പൊ നമുക്ക് വിഷമം തോന്നുന്നു വെച്ചാൽ, നമ്മളിപ്പോ ഒരു മോളിലൊക്കെ പോയിട്ട് പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, നമ്മൾ പോകുന്ന ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾ തൊട്ട് ഒരു മൊബൈലും കൊണ്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കും. അതായത് ഒരു 5-6 പേര് മൊബൈലുമായിട്ട് ഇങ്ങനെ പറയും, ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവർ ഏത് ആംഗിളിൽ നിന്നാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. നാളെ ഏതെങ്കിലും ഒരു പേജിൽ ഇത് വരും, തീർച്ചയായിട്ടും അതിൻ്റെ താഴെ കുറേ ആളുകൾ അബ്യൂസീവ് ആയിട്ടുള്ള കമൻസ് കാണും. അത് നമ്മുടെ വീട്ടുകാർ കാണും. അപ്പം അത് അവിടെയാണ് ഭയങ്കര സങ്കടം വരുന്നത്. ഇതിനെ ഭയങ്കര ജഡ്ജ്മെന്റ് ആയിട്ട് കാണുന്ന വേറെ കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവര് പോയിട്ട് നമ്മളെ കുടുംബക്കാരെ പറയും. സോ ഒരു കാര്യം, ഇപ്പൊ നജ്മയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഈ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത് കൂട്ടത്തോടെ ആകുമ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുമോ? ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്താ പറയുക, വളരെ ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിലേക്ക് പോവാം അല്ലേ? നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ സംഭവിക്കാം, ഫാമിലി സംഭവിക്കാം ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ച് കളയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഒരു സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫേസ്ബുക്ക് നിർത്തിവെച്ച ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് പീരീഡ്. ആ സമയത്ത് ഞാൻ ക്യാരിങ്ങും ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മാനസികാരോഗ്യത്തിന് ഇതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിന്നിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ആരുമായിട്ട് എനർജി ഷെയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്, അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതിന് ഒരു പ്രധാന റീസൺ ഈ സോഷ്യൽ മീഡിയയിൽ അധിക സമയം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതാണ്.
അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മളും കുറച്ചൊരു കോൺഷ്യസ് എഫേർട്ട് എടുത്തൊരു കൺട്രോൾ വരുത്തണം, ഡിജിറ്റൽ എക്സ്പോഷറിന് ഒരു കൺട്രോൾ വരുത്തണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സർക്കിള് വളരെ പോസിറ്റീവായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എങ്ങാനും ഏറെ പോയി കഴിഞ്ഞാൽ വലിച്ച് താഴെ ഇറക്കാൻ ആൾ വേണമല്ലോ. ഇതിലിപ്പോൾ ഒരു എന്താ പറയുക, ഇതിലൊരു പൊതുവായിട്ട് പൊങ്കാലക്കാരൻ്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞതിനപ്പുറത്ത് ഇതിലൊരു ജെൻഡർ ഡിവൈഡ് ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ടോ? അതായത് ഞാനിപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു സ്റ്റാറ്റസ് ഒക്കെ വാട്സാപ്പിൽ ഇട്ടപ്പോൾ എന്നോട് സംസാരിച്ച എൻ്റെ സുഹൃത്തുക്കൾ, വനിതാ സുഹൃത്തുക്കളായ ചിലർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ഗൗരവമായിട്ടും അല്ലാതെ ഇടപെടുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സ്ത്രീകൾ കൂടുതലായി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നതിനെയും ചിലർക്ക് എന്നാൽ പിന്നെ ഒത്തിരി പ്രശ്നക്കാരാണെന്നൊരു തോന്നൽ ഉണ്ട് എന്ന് ഒന്ന് രണ്ട് പേര്, ഒരാളായിരുന്നു ഞാൻ അതിനെ അവഗണിച്ചത്. രണ്ടാമതൊരാൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇതൊന്നും ഇവിടെ ചോദിക്കേണ്ട ആളല്ലോ എന്ന് തോന്നി. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്ന് വെച്ചാൽ അത് സൈബർ സ്പേസിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതല്ല, എല്ലായിടത്തും എന്ന പോലെ സൈബർ സ്പേസിലും ഉണ്ട്. സൈബർ സ്പേസിൽ ഉണ്ടാവുന്നത്, നിങ്ങളൊരു കണ്ടന്റ് ഇടുന്നു, ആ കണ്ടന്റ് ഏത് തരത്തിലും ആയിക്കൊള്ളട്ടെ, ഒരാണും ഒരു പെണ്ണും ഇടുമ്പോൾ ഒരാണിനൊരു പരിധി, ഒരു പാലാസാജി വരെ പോവാം. ഒരു പെണ്ണുങ്ങൾ അത് പോയി കഴിഞ്ഞാൽ പടച്ചോനെ ഓക്ക് പിന്നെ തല ഉയർത്തി നടക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇടപെടുമ്പോൾ, അവർ വീഡിയോ ഇടുമ്പോൾ, അവർ പോസ്റ്റ് ഇടുമ്പോൾ, രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ, ഇതുപോലെയുള്ള ഏത് കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോഴും സ്ത്രീകൾ ഓതൻറ്റിസിറ്റി ഇല്ലാത്തവരാണ്, ഇവർ ഇത്രയധികം കാര്യങ്ങൾ സംസാരിക്കേണ്ടവരല്ല, ഇവർ ഈ വസ്ത്രത്തിൻ്റെ വിഷയം, ഈ ഇരയാക്കപ്പെടുന്ന വിഷയം മാത്രം സംസാരിക്കട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് പൊതുവേ ഉണ്ട് സൈബർ ഇടങ്ങളിൽ കൂടുതലായിട്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ മതി, അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നതിൽ കൂടുതലും സ്ത്രീകളായിരിക്കും. അതിപ്പോൾ സിനിമാ താരങ്ങൾ അഭിപ്രായം പറയുന്നു, നിഖില വിമൽ അഭിപ്രായം പറയുന്നു, അവർ രണ്ടും പറയുന്ന സ്റ്റൈല് വേറെ ആയിരിക്കും. പക്ഷെ അതിന് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ മറ്റത് ആഘോഷിക്കാൻ കുറച്ചുകൂടി ആളുകൾ ഉണ്ടാകും, ഇത് ആഘോഷിക്കാൻ ആളുകൾ ഇല്ലാതാവുകയും പൊങ്കാല ഇടാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഒരു കൃത്യമായ ജെൻഡർ ഡിവൈഡ് ഉണ്ട് എന്നാണ് അനുഭവത്തിൽ നിന്ന്, സുഹൃത്തുക്കളുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഈ പൊങ്കാല ഇടുന്നവരിൽ ഒരു വലിയ മെജോറിറ്റി മറ്റ് സ്ത്രീകളും ഉണ്ട്. അങ്ങനെയുണ്ട്. അത് ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ഇതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ട് ചർച്ച ചെയ്യുന്ന എന്ത് സാധനം വന്നു കഴിഞ്ഞാലും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ വളരെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന ഒരു സ്പേസ് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സ്പേസ് സ്വയം സൃഷ്ടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടോ അവർ ജീവിക്കുന്ന സാഹചര്യത്തിന് അവർ സറണ്ടർ ആയി പോയത് കൊണ്ടോ ആണോ എന്നറിയില്ല, ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുമ്പോൾ സ്ത്രീകൾ വളരെ തീരെ എമ്പതി ഇല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ശ്രീ പ്രശാന്ത്, ഈ രണ്ട് പോയിന്റിനോട് എങ്ങനെയാണ്, അതിലൊരു ജെൻഡർ ഇഷ്യൂ ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീകൾക്ക് ഒരു ഏജൻസി ഉണ്ടെന്ന്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റും എന്നുള്ളതിൻ്റെ അത് നെഗേറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഒരു സ്ത്രീയുടെ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ആരും ഇടിച്ചതാണ് എന്നുള്ളൊരു സാധനം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേസുകളിൽ പോലും എനിക്ക് എക്സ്പീരിയൻസ് ദാറ്റ്. അതൊന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്, ആക്ച്വലി മാനസികമായിട്ട് അത്ര സ്വാസ്ഥ്യം ഇല്ലാത്ത ആൾക്കാർ വിഹരിക്കുന്ന ഒരു കേന്ദ്രം കൂടാണ്. അപ്പൊ ഇതിനകത്ത് വളരെ അധികം പേരുടെ കമന്റ്സ് വായിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും പെർവേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ സൈക്കാട്രിക് ഇന്റർവെൻഷൻ ആവശ്യമുള്ള ആൾക്കാരാണ്. വിത്ത് എംപത്തി നമ്മളത് പറയേണ്ടതാണ്, അവർ മോശമായിട്ട് പറയല്ല, പക്ഷെ അവർക്ക് ദേ നീഡ് ഹെൽപ്പ്, ദേ നീഡ് ട്രീറ്റ്മെന്റ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ എവിഡന്റ് ആണ്, ഒത്തിരി പേര് അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇനി ഇത് രണ്ടും കൂടാതെ വേറൊരു സെഗ്മെന്റ് കൂടെ ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത പോലെ നാച്ചുറലി അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറപ്പും വെറുപ്പും വിദ്വേഷവും അസൂയ ഇതിൽ നിന്ന് വരുന്ന അല്ല, പ്ലാൻഡ് ആയിട്ടുള്ള പൊങ്കാല ഉണ്ട്. പ്ലാൻഡ് ആയിട്ടുള്ള പൊങ്കാല പലപ്പോഴും ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, കമ്മ്യൂണിറ്റീസ്, ഇത് ഗ്രൂപ്പുകൾ തിരിഞ്ഞ് ഇത് ചെയ്യുന്നതും ഉണ്ട്. ഇത് നമുക്ക് ഒരു തരത്തിലും എന്താ പറയുക ജസ്റ്റിഫൈ ചെയ്യാൻ പോയിട്ട് നമുക്ക് ഏഴേല തന്നെ അടുപ്പിക്കാൻ പോലും പറ്റത്തില്ല. ഇതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള. കാരണം ഇതിനകത്ത് എമ്പതി ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കൺസ്പയർ ചെയ്തിട്ട് ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റോടുകൂടെ വന്നിട്ട് ശരി നമുക്ക് ഇവനെ ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞു വരുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡേഞ്ചറസ്. അതല്ലേ ഈ പറഞ്ഞ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ദുഷ്ടലാക്കോടെ ആവാം, അല്ലാതെ അതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം, നമ്മൾ ഏതെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിബേറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സമയം ഒരേ ടോണിലും ഒരേ വാക്കിലുള്ള കമൻസ് വരും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കിയാൽ ഒരാളിരിക്കുന്നത് ജർമ്മനിയിലോ ഒരാളിരിക്കുന്നത് ദുബായിലോ ഒക്കെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വിങ്ങുകളുണ്ട്, അവരൊക്കെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അതിൽ ആ ഉദ്ദേശമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നശീകരണ സ്വഭാവം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഒരു കളക്റ്റീവ് സ്വഭാവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫലത്തിൽ അത് ചിലപ്പോൾ നശീകരണത്തിലേക്ക് പോകും. കാരണം ഇത് എല്ലാവർക്കും അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമ്മളൊക്കെ പ്രൊഫഷണലി ഇത് കുറച്ചു കാലം ശീലിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം എന്ത് കളയണം എന്ത് കളയേണ്ടതെന്ന്. പക്ഷെ അതല്ലാതെ എല്ലാവരും ഒരേപോലെയുള്ള മനസ്സ് ഉള്ളവരല്ല. ശരിക്കും there are studies, ഒരു സമൂഹത്തിൽ ഒരു 10-30% പേര് ഹൈലി സെൻസിറ്റീവ്
ഇൻഡിവിജ്വൽസ് ആണ്, വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണ് എല്ലാവരും ഉണർന്നിരുന്നു അയ്യോ എന്ന് പറയും. അതുവരെ ഒരു കുഴപ്പമില്ല, അതുവരെ എന്തും പറയാം, ഇന്നും തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ പറയാം, ഒരു ഇൻസ്റ്റൻസ് വരുമ്പോൾ എല്ലാവരും വലിയ ബോധവൽക്കരണം, എന്നിട്ട് എന്താ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേറൊരാളെ പിടിച്ച് അതേ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും ഒരു റിയലൈസേഷൻ വരത്തില്ല. പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. മനുഷ്യന് എമ്പതി കുറഞ്ഞു വരുന്നു, കമ്പാഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കോർ വിഷയം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് ഒരുത്തനെങ്കിലും പറയും നമ്മൾ അങ്ങനെ ചെയ്യണ്ട. അതാ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ആ ലെവൽ തൊട്ടേ നമ്മൾ ആ ഒരു കമ്പാഷൻ ഇൻസ്റ്റിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു മഹാവൃത്തിയായിട്ട സമൂഹമായി പോകും. ഈ സോഷ്യൽ മീഡിയ 2017 തൊട്ട് കയറി ഇപ്പോൾ ഒരു 24 ആയി കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ മെച്ചുവർ ആവേണ്ട സമയമൊക്കെ ആയി. ഇനിയും പഴയ ഒരു അതെങ്ങനെയാ ഇപ്പൊ പലതും നമ്മൾ സംസ്കാരങ്ങൾ ഉടലെടുത്ത് അത് നവീകരിക്കപ്പെട്ട് ഒക്കെയാണ് നമ്മൾ ഈ രൂപത്തിലായത്. അതിനനുസരിച്ചുള്ളൊരു നവീകരണം ബൈ ഇറ്റ്സ് ഓൺ സംഭവിക്കുമോ? എനിക്ക് തോന്നുന്നു കുറച്ച് ലീഗലായിട്ടുള്ള ഇന്റർവെൻഷൻസും ആവശ്യമുണ്ട്. പക്ഷേ അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു. കാരണം ഇപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയ പോലീസ് തന്നെയാണ് ആദ്യം എടുക്കുന്നത്, പിന്നെ സൈബർ പോലീസിലേക്ക് പോകും. പക്ഷെ പിന്നീട് അതൊന്നും മുന്നോട്ട് പോകുന്ന അനുഭവങ്ങൾ വേറൊരു കാര്യം, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യം, ഞാൻ 1-2 പേരെടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സത്യം പറഞ്ഞ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കമന്റ്സിന്റെ ഡാറ്റാബേസ് സുഖമായിട്ട് ആർക്ക് വേണമെങ്കിലും വോളണ്ടിയർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു വ്യക്തി ഇപ്പം അയാളുടെ ജോലിക്ക് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു കല്യാണാലോചനയായിരിക്കാം. ആ സമയത്ത് അയാളുടെ പ്രൊഫൈലിൽ നിന്ന് വന്ന എന്തൊക്കെയാണെന്ന് നോക്കാനുള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്കറിയാം അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ ഇല്ലയോ, ഇല്ലേ? അവന്റെ പാസ്റ്റ് റെക്കോർഡ് അറിയാം. ഇത് അത് മാത്രമല്ല, നേരത്തെ ശ്രീ പ്രശാന്ത് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അതൊരു യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സോഷ്യൽ സർവേ ആണ്, അല്ലെ? എക്സാക്ട്ലി. ഇവരൊക്കെ മാനസികാരോഗ്യ പ്രശ്നമുള്ളവരാണ് ഈ സൊസൈറ്റി എന്ന് കൃത്യമായി പറഞ്ഞു വരുന്നൊരു കൂടെ. നമ്മൾ ജഡ്ജ് ചെയ്യണ്ട. ഞാൻ പറയുന്നത് അവിടെ ഇട്ട് കൊടുത്താൽ മതി. ലെറ്റ് പീപ്പിൾ ജഡ്ജ്. നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെ പറയുന്നവനെ എന്റെ വീട്ടിൽ കയറ്റണോ, എന്നാ പിന്നെ എടുത്തോ, ദാറ്റ്സ് യുവർ ചോയ്സ്. പക്ഷെ അറ്റ്ലീസ്റ്റ് പബ്ലിക്കിന് അത് കാണാനുള്ള ഒരു അവസരം ഇട്ട് കൊടുക്കാൻ ഒരു എനി NGO എനിബഡി ക്യാൻ ഡു ദാറ്റ്. ആരും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഐ തിങ്ക് ഗവൺമെന്റ് അത് ചെയ്യാൻ അല്ല, ഗവൺമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ മുമ്പ് ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടില്ലാണ്. ഹോമിലിരിക്കുന്ന സമയത്ത് ഒരു അറ്റംപ്റ്റ് തുടങ്ങിയ. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ഇത് ചെയ്യുമ്പോൾ ഡാറ്റ എടുക്കുന്നു, ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസും കുറേ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മളതിനെ ഒരു എന്താ പറയാ, ലീഗാലിറ്റീസ് കുറേ ഇഷ്യൂസ് ഉണ്ട്. അതേസമയം എനി NGO എനി പ്രൈവറ്റ് എൻറ്റിറ്റി അവർക്ക് ശരിക്കും ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുകയും പബ്ലിക്കിന് തുറന്നു കൊടുക്കുകയും ചെയ്യാം. വേറെ ഒന്നുമില്ല. നമ്മൾ പറയുന്നത് ഇന്നാൾ എന്തൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഈ വിഷയം നമ്മുടെ ഹൈക്കോടതിയിലൊക്കെ ശ്രദ്ധപ്പെടുത്തിയ കോടതി ഇടപെട്ട് ആരോടും ചെയ്യാൻ പറയില്ലേ? ഹൈക്കോടതി ഒരു ഗവൺമെന്റ് ഏജൻസി എടുത്തായിരിക്കും പറയാൻ സാധ്യത. പക്ഷെ മേ ബി വി ക്യാൻ ട്രൈ. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് എനി NGO ക്യാൻ ഡു, എനിബഡി ക്യാൻ ഡു. ഇത് അവനൊരു അക്കൗണ്ട് പുൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിന്റെ ഇത് വേണം, അവിടെ റെക്കോർഡ്സ് വേണം. അല്ലാതെ കല്യാണം കഴിക്കാൻ പോകുന്ന നേരം തലേന്ന് ശുദ്ധനായിട്ട് അങ്ങനെ ഇപ്പൊ പോണ്ട, റെക്കോർഡ് വേണം. അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കുന്നത് വേണം. അല്ല, ഇതിന്റെ കൂടെ നമ്മൾ പറയാതെ പോയൊരു കാര്യമുണ്ട്. കുട്ടികളെ പൊങ്കാലയിടുന്ന ആളുകളുണ്ട്. അതായത് സൈബർ സ്പേസിൽ അത് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ വളരെ മെച്ചുവറായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു കഴിയുമ്പോഴേക്കും ആ കുട്ടിയെ പറയുന്ന ഭാഷ, ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയും പറയുന്ന ഭാഷ കേട്ട് കഴിയുമ്പോഴേക്കും ഇത് ഈ കുഞ്ഞ് ഏതെങ്കിലും സാഹചര്യത്തിൽ വായിക്കുകയാണെന്നെങ്കിൽ അവർക്ക് ഉണ്ടാക്കാവുന്ന മെന്റൽ ട്രോമ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോട് ആളുകൾ വന്ന് പറയുന്നത്, ഇത്രയൊക്കെ അവൾ പറയാറായെങ്കിൽ ഈ അബ്യൂസ് കേൾക്കാനുള്ള മെച്യൂരിറ്റി അവൾക്ക് ആയിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറെ അധികം വാദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കേട്ടത് അതിനകത്ത് സ്ത്രീകൾ വരെയുണ്ട്. എങ്ങനെ ഈ പ്രായത്തിൽ ഇത്രയൊക്കെ? ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ എക്സ്പോഷർ ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് അതായത് കുട്ടികളോട് വരെ ഒരു സൈബർ സ്പേസ് ആയതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും കടുത്ത ലാക്ക് ഓഫ് എമ്പതിയാണ്. മനോവൈകൃതം എന്ന് മലയാളത്തിൽ പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ കാര്യം കൂടി പറയണമെന്ന് തോന്നുന്നു. നമ്മൾ ഈ തരത്തിലുള്ള അനാലിസിസ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നതിന് നിയമത്തിൻ്റെ ഭാഗത്തും നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗത്തും വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ നേരിട്ട സൈബർ അറ്റാക്കിന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നേരിട്ട സൈബർ അറ്റാക്കിന് എത്ര പരാതി കൊടുത്തു? ആ പരാതികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, സൈബർ സെല്ലിൽ പോകുന്നു, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കടിക്കുന്നു. ഈ തട്ടിക്കളിക്കൽ പരിഹാരം കൊടുത്ത നമ്മൾക്കറിയാവുന്ന നമ്മുടെ സർക്കിളിൽ പരാതി കൊടുത്ത 90% ആളുകൾക്കും അതിന് പരിഹാരമായിട്ടില്ല. പിന്നീട് അതിന് പുറകെ കുറേ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് സ്വാഭാവികമായി ഊരിപ്പോരുകയാണ് പതിവ്. അത് ഒരു പരിധിവരെ നിയമം നടത്തിപ്പിൻ്റെ പ്രശ്നമുണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായൊരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായും നമ്മളെ നിയമം സൈബർ സ്പേസ് പുരോഗമിക്കുന്നതിനനുസരിച്ച് പുരോഗമിക്കാത്തൊരു സൈബർ ലോ ആണ് നമുക്കുള്ളത്. IT ആക്ട് ആണെങ്കിലും മറ്റും അതിൻ്റെ അമെൻമെൻറ്റ് വരുന്നു. പക്ഷെ അമെൻമെൻറ്റ് പോലും ഇപ്പോൾ ഉള്ള കൃത്യമായ സൈബർ ഇടത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന
അതിലെനിക്കൊരു സംശയം, അത് ഈ പൊങ്കാലയൊക്കെ ഇടുന്നു, അത് ഓക്കെ, അത് കണ്ടുപോകുന്നു, ചിലർ വിഷമിച്ച് ഒരു ദിവസം കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ ശരിയാവുന്നു. അതിനപ്പുറത്ത് ഇതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടെന്നോ റെലവൻസ് ഉണ്ടെന്നോ നിയമപരമായി അങ്ങനെ സ്ട്രോങ് ആയി കൈകാര്യം ചെയ്യപ്പെടണമെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നവരെയോ ഭരണാധികാരികളോ ലോ എൻഫോഴ്സ്മെൻറ്റ് എത്താത്തതുകൊണ്ടാണോ അത്? ഒരു പരിധി വരെ. പിന്നെ ഈ ടെക്നോളജി എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്ന ഒരു സാധനമാണല്ലോ. നിയമം അത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരു പ്രാക്ടിക്കൽ വിഷയമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിങ്ങനെ തന്നെയാണ് ഇപ്പോഴും കണ്ടുവരുന്നത്. ഇത് സൈബർ ഇടം എന്ന് പറയുന്നത് നമുക്ക് കാണാത്തൊരു ഇടമാണ്. അവിടെ നടക്കുന്ന അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിലായിക്കോളും, തല്ലി തീരട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലേ, അത് ഇതിനോടും തന്നെ കാണിക്കുന്നതുകൊണ്ടായിരിക്കാം നിയമത്തിൽ അത്ര തന്നെ വേഗതയിൽ പരിഹാരം കാണാത്തത്. എന്നാൽ നേരത്തെ ഞാൻ വളരെ എന്താ പറയുക മോശപ്പെട്ടൊരു കാര്യത്തിൽ അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നില്ല. നേരത്തെ ചോദിച്ച പോലെ ഒരു പ്രശ്നം ഉണ്ടാവുന്നിടത്ത് തന്നെ പരിഹാരം രൂപപ്പെട്ട് വരില്ലേ എന്ന് ചോദിച്ച പോലെ ഒരു പ്രശ്നത്തിന് പുറകിൽ കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് നടത്തിയാൽ അതിന് പരിഹാരം ഉണ്ടാവാറുണ്ട്. ഇപ്പം കേരളത്തിൽ വലിയ വിഷയമാവാൻ പോവുമായിരുന്നു കാഫിർ ഇഷ്യൂ എന്ന് പറയും, കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഇഷ്യൂ. സൈബർ സ്പേസിലുണ്ടായ ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. പക്ഷെ അതിന് കൃത്യമായിട്ടൊരു പരിഹാരത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുക. ഈ പരിഹാരത്തിലേക്ക് ഞാൻ പറയാൻ കാരണം വ്യക്തിപരമായിട്ട് അത് അറിയാവുന്നതുകൊണ്ട്, പരിഹാരത്തിലേക്ക് അത് എത്തുന്നത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ഉണ്ടാവുന്നതുകൊണ്ട്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ അത്രയും എഫേർട്ട് എടുത്ത് അതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് അത്ര എഫേർട്ട് എടുത്ത് ഒരു അഭിപ്രായത്തിൻ്റെ പുറകെ അത്രയും നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ നടക്കുന്നത് നമുക്കുണ്ടാവുന്ന മെൻ്റൽ ട്രോമ ഇരട്ടിപ്പിക്കുകയുള്ളൂ. നിയമപരമായിട്ട് അല്ലെങ്കിൽ നീതി നടത്തിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടുന്ന പ്രിവിലേജ് എന്നല്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശം പോലും കിട്ടാത്തത് തന്നെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കൂടി വരുന്നതിന് കാരണമാവുകയാണ്. അതിലൊരു 10 ആളെ പിടിച്ചാൽ മതി. ഇത്തരത്തിൽ അബ്യൂസീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കിടയിൽ ലഹള ഉണ്ടാക്കുന്ന രൂപത്തിൽ അഭിപ്രായം പറയുന്ന 10 ആൾക്ക് ശിക്ഷ കിട്ടിയാൽ മതി. ഒരു 15% അല്ല, ഒരു 10-50% ഈ പ്രശ്നം കുറഞ്ഞോളൂ. പക്ഷെ അതിനുള്ളൊരു മൂവ് കൂടി, അതിനുള്ളൊരു പ്രഷർ കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഒരാളുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശിക്ഷയെക്കുറിച്ചൊക്കെ എന്താ പറയുക, ഡിറ്ററൻ്റ് ആവണം എന്നുള്ളതാണല്ലോ ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. ഇനി ഒരാളത് ചെയ്യുന്ന സമയത്തൊന്നും ആലോചിക്കണം. ഇപ്പോൾ നജ്മ കൃത്യമായി പറഞ്ഞതാ. പക്ഷേ ഇപ്പോൾ നമ്മൾ പോലീസ് അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ എനിക്കെന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു സ്ത്രീ എനിക്കെതിരെ പരാതിപ്പെട്ടാൽ പോലീസ് എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ള പോലെയല്ല ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ കൊടുക്കുന്ന പരാതി. അത് എൻ്റെ വ്യക്തിപരമുള്ള അനുഭവമാണ്. എനിക്ക് ഒരു അബ്യൂസ് ഉണ്ടായ ഒരു ലേഡിയിൽ നിന്നാണ്. പക്ഷേ കൃത്യമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസിന് അതിൽ ഇടപെടാൻ പറ്റില്ല. നേരിട്ട് നിങ്ങൾ കോടതി പറഞ്ഞു ഡിസ്ഫോർമേഷൻ അങ്ങനെയൊക്കെ പോകണം അല്ലേ. സ്ത്രീക്കും പുരുഷനും പരാതിയിലും അടക്കം അങ്ങനെയില്ല. പക്ഷേ ഞാൻ ഒരു LLB-കാരൻ എന്നുള്ള നിലയ്ക്കൂടെ ഒരു കാര്യം പറയാം. ഇപ്പം 2 രീതിയിലാണ് ശരിക്കും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ഒന്ന് ക്രിമിനലായിട്ടും ഒന്ന് സിവിലായിട്ടും. നമ്മളെപ്പോഴും ക്രിമിനലായിട്ട് പോകുന്നത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്രിമിനലായിട്ട് പോകുമ്പോൾ ഡിഫമേഷൻ മാത്രമാണുള്ളതും. ഡിഫമേഷനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എനിക്ക് ഒരു ഡിഫമേഷൻ എന്ന് പറഞ്ഞ സംഭവം നടന്നു, അതിനാദ്യം ഫെയിം ഉണ്ടായിരുന്നു, മാനം ഉണ്ടായിരുന്നു, മാനഹാനി സംഭവിച്ചിരിക്കുന്നു. അത് ആകെ 2 പേരെങ്കിലും അത് കേട്ടിരിക്കണം. കേട്ടത് അവർക്ക് മാനഹാനി ഉണ്ടായി അല്ലെങ്കിൽ മോശമായിട്ട് എന്നെ പറ്റി ചിന്തിച്ചു, അവരത് സ്റ്റേറ്റ്മെന്റ് പറയാൻ കോടതിയിൽ വരാൻ തയ്യാറായിരിക്കണം. ഇത്രയാണെങ്കിൽ കേസ് ജയിച്ചു. സത്യം പറഞ്ഞാൽ അത്രയും സിമ്പിളാണ്. അത്ര സിമ്പിൾ ആണിത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല, ഇത് കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ല. അത് പലർക്കും അറിയില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് സൈബർ IT ആക്ടിന്റെ കീഴിലുള്ള നടപടികൾക്കാണ്. ഡിഫമേഷൻ അതിന്റെ ആവശ്യമില്ല. ഡിഫമേഷൻ ശരിക്കും നേരെ കൊടുക്കേണ്ടത് ആക്ച്വലി മജിസ്ട്രേറ്റിന് മുമ്പ് തന്നെയാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തിട്ട് അവിടെ നിന്നാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത്. അവിടെ തന്നെയാണ്, അല്ലാതെ പോലീസിന് അതിനകത്ത് എൻക്വയറി ഇല്ല. നമ്മളാണ് ഹാജരാക്കുന്നത് ഓരോ തെളിവും. ഞാൻ ഇത് നടത്തുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഇതിന് ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ മാറ്റർ. സിവിലിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. ലോ ഓഫ് ടോർട്ടാണ് ഡാമേജസ്, ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അത് അത്ര വികസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം അത്തരം കേസുകൾ പറഞ്ഞു കേൾക്കാറില്ല. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ലോ ഓഫ് ടോർട്ട് ഏറ്റവും അധികം വികസിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. US തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നഷ്ടപരിഹാരം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ വക്കീലന്മാർ ഇത് നന്നായിട്ട് നടത്തി ശീലിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ 1-2 വക്കീലന്മാർ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കേസ് കളി മാറും. കാരണം യു ജസ്റ്റ് നീഡ് 1 കേസ്. ഒരെണ്ണം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കോൺഫിഡൻസ് വരും. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്ന പോലെയേ അല്ല. നമ്മളിവിടെ കേരളത്തിൽ പൊതുസമൂഹം വിചാരിക്കുന്ന പോലെ അല്ല. എനിക്ക് വേദന തോന്നിയാലും കോമ്പൻസേഷൻ കിട്ടും, എനിക്ക് വിഷമം തോന്നിയാൽ കോമ്പൻസേഷൻ കിട്ടും. അതിപ്പോൾ ഈ നജ്മ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ പലപ്പോഴും ഇങ്ങനെ നഷ്ടപരിഹാര കേസ് കൊടുക്കുമ്പോൾ ഇതിന് ഇന്ന സമയത്തിനൊക്കെ ക്ഷമ പറഞ്ഞില്ലെങ്കിൽ 10 കോടി രൂപയുടെ, അപ്പോൾ അത് അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അങ്ങനെ 10 കോടിയൊക്കെ ഒരു ശിക്ഷ വിധിച്ചാൽ എന്തായിരിക്കും അതിനുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മൾ ഈ വലിയ തുക വെക്കുമ്പോൾ നമ്മൾ അതിന്റെ കോർട്ട് ഫീ കെട്ടിവെക്കണം. അപ്പോൾ ആദ്യം 10%-ന്റെ 10% ആണ് കെട്ടിവെക്കുക. പിന്നീട് അത് ചാർജ് ചെയ്ത് കഴിയുമ്പോഴേക്ക് 10% വെക്കണം. അപ്പൊ ഈ തുക വിചാരിച്ചിട്ടാണ് പലരും
സിവിൽ സൈഡ് പോവാത്തത്. പോവാത്തത്. പക്ഷെ വലിയ തുക വെക്കാതെയും നമുക്കൊരു സിവിൽ കേസ് ഫയൽ ചെയ്യാം. അത് നമ്മുടെ ഒരു മോറൽ വിക്ടറി കൂടെയല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ അല്ല, പക്ഷെ അതിൽ എനിക്ക് ചോദിക്കാനുള്ള നജ്മ പറഞ്ഞ പോലെ നമ്മളൊരു 10 പേരെ പിടിച്ച് മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ ഈ ട്രാഫിക് ഇത്തിരി ശരിയാവില്ലേ? വലിയ ഈ വ്യത്യാസം വഴിയിലൂടെ വരും. ഗതാഗതം വലിയ കുറച്ചുകൂടെ വ്യത്യാസം വരും. സുഗമമാവില്ലേ? അത് മാത്രമല്ല, ഞാൻ പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സോഷ്യൽ സ്റ്റിഗ്മ കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇത്തരത്തിൽ സംസാരിക്കുന്നവരെ നമ്മൾ വേറെ ഒന്നുമല്ല, അവരെ പൊങ്കാലയിടാനല്ല, അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പൊതുസമൂഹം മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ ബ്ലോക്ക് ഓഫീസ് നന്നായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ബ്ലോക്ക് ഓഫീസിലേക്ക് ഇവരെ പറഞ്ഞു വിടാമല്ലോ. ഈ നമ്മുടെ ഇപ്പൊ ചുറ്റുപാടും ജീവിക്കുന്ന മിക്കവാറും അടഞ്ഞു കിടക്കാണ് പോലെ. ബ്ലോക്ക് ഓഫീസിലേക്ക് ഒരു മടിയില്ലാത്ത ആൾക്കാർ വിടാം. നമ്മളിപ്പോ ഒരു ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇപ്പൊ എന്റെ നെയ്ബർഹുഡിൽ ഒരു മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാൾ അവിടെ ഫുൾ ടൈം തെറി വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഞാൻ അയാളുടെ മുമ്പിൽ ചെന്ന് ചാടുമോ? ഇല്ലല്ലോ. നമ്മൾ അവോയ്ഡ് ചെയ്ത് നടക്കാൻ നോക്കും. ആ ഏരിയ മുഴുവനും ഇത്തരം സൈക്കോകളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് മാറി താമസിക്കും. അപ്പൊ ഞാൻ ആ ഭാഗം മുഴുവൻ ബ്ലോക്ക് ചെയ്ത് കളയും. ഇത് സോഷ്യൽ മീഡിയയും വെർച്വലി എന്താണ്, ഒരു നെയ്ബർഹുഡാണ്. ആ നെയ്ബർഹുഡിൽ എനിക്ക് ആരെ വേണമെങ്കിലും ബ്ലോക്ക് ചെയ്യാം, ഒഴിവാക്കാം. എനിക്ക് അവരൊന്നും വേണ്ട. അവരില്ലെങ്കിലും എന്റെ ജീവിതം സുഖമായിട്ട് പോകുന്നുള്ള ഒരു കോൺഫിഡൻസ് സമാധാനം. അതാണ് എന്താ ഇതിനോട് അടിയാനുള്ളത്? നമുക്ക് നമ്മുടെ സമയം ഇവിടെ കാണാണ്ട് 3.5 മിനിറ്റോടെ ഉള്ളൂ. നമ്മൾ ഓഡിയൻസിന് കോൾ എടുക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് കിടക്കാം. അശ്വത് എന്തെങ്കിലും പറയാനുള്ളൂ? ഓക്കെ, എങ്കിൽ മൈക്ക് കൊടുക്കും. ലളിത നമുക്ക് ചോദിച്ചാൽ നമുക്ക് കുറച്ച് 2-3 അധികം ചോദ്യം എടുക്കാം. എന്നോട് വേണ്ട, അയ്യോ, എനിക്ക് ചോദ്യം ചോദിക്കാനേ അറിയൂ, ഉത്തരം പറയാൻ ഓക്കെ. ഞാൻ പിന്നെ നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് വാഹനത്തിൽ നിന്ന് വീഴുന്നത് കണ്ടപ്പം അയ്യോ പാവം ഒന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ പോയ സമയത്ത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു താങ്കളെക്കാട്ടി മനോരമയുടെ അടുത്ത് ദേഷ്യമുള്ള ഒരുപാട് ആളുകൾ വളരെ മോശമായിട്ട് കമന്റുകൾ ഇടുന്നത് കണ്ടു. എങ്ങനെയാണ് താങ്കളെ ഒരു അറ്റാക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കയറി വന്നിട്ടായിരിക്കും ഇതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും? എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്? അല്ലല്ല, അത് ആക്ച്വലി ആ ദിവസം ഞാനിതൊക്കെ അറിഞ്ഞിരുന്നു. കാരണം ആ ഫോട്ടോ ഇട്ടിട്ട് തന്നെയാണ് പല പ്രൊഫൈലിൽ നിന്നും അതൊക്കെ വന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അത് ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഞാൻ വളരെയധികം പേടിച്ചു വരുന്നു. എന്തോ സംഭവിക്കാവുന്ന ഒരു ആക്സിഡന്റ് ആയിരുന്നു. അത് രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷേ ആ ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ഇഷ്യൂസ് തുടങ്ങി. അങ്ങനെ കടന്നുപോയി. എനിക്ക് തല വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 4-5 ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വന്ന ഈ ട്രാഫിക്കുകൾ കൃത്യമായി അറിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം, അവരെയൊക്കെ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ചെയ്തു. പക്ഷേ അവരെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിളിച്ച് അന്വേഷിക്കുകയും വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് കിടന്നു. പക്ഷേ പിന്നീട് അതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആ സമയത്ത് ട്രോമയോ ഒക്കെ ആവുന്ന കാര്യം 1 വർഷം കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും തമാശയായിരിക്കും, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ പിന്നെ അതിൻ്റെ താഴെ തന്നെ തിരഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പലപ്പോഴും ചെയ്തെന്ന് വെച്ചാൽ ഈ അഭിപ്രായം പറയുന്നവരുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ചിലപ്പോൾ കാണും. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ അഭിപ്രായം തെറ്റാന്ന് പറയുന്നവർ അതിനെ തെറ്റാന്ന് പ്രൂവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ്റെ ഒരു സ്പേസ് കൂടിയിട്ടാണ് ഞാൻ ഈ കമന്റ് ബോക്സിനൊക്കെ കാണുന്നത്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്യാൻസൽ കൾച്ചർ വലിയ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു കോളേജിനെ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാജാസ് കോളേജിനെ ഹരഹരം മഹാരാജാസ് എന്നും പറഞ്ഞിട്ട് ക്യൂർ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുമ്പോൾ ഈ ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് പുതിയ കുട്ടികളാണ്. 14, 15, 16 വയസ്സുള്ള ചെറിയ മക്കൾ ഇത് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഞാനൊരു ഓൺലൈൻ ടീച്ചറാണ്. എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളുടെ കമൻറ്റ് ഇംഗ്ലീഷ് ഓർ സ്പാനിഷ്. എനിക്കിത് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, എന്താണ് ഈ ഇംഗ്ലീഷ് ഓർ സ്പാനിഷ്? ഇഫ് യു മൂവ് ദെൻ യു ആർ ഗേ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഈ ട്രെൻഡൊക്കെയാണ് ചെറിയ കുട്ടികൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങൾ, സൈബർ ബുള്ളിങ്, ക്യൂർ കമ്മ്യൂണിറ്റിക്കെതിരെ ക്യൂർ ഫോബിക്കായിട്ട്, ഹോമോഫോബിക്കായിട്ട്, ട്രാൻസ്ഫോബിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ മക്കൾ അവർ സ്വയം സിഗ്മ മെയിലുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അഭിമാനിക്കുകയാണ്. ചെറിയ പെൺകുട്ടികളാണെങ്കിൽ 13 വയസ്സുള്ള കുട്ടികൾ ഇത് അഭിമാനിക്കുകയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? അശ്വതിമേനോടാണ് എനിക്ക് ചോദിക്കാൻ. നമ്മൾ ബേസിക്കലി ഇത്തരം കാര്യങ്ങൾ കുട്ടികളോട് സംസാരിക്കാനുള്ള ആരോഗ്യകരമായിട്ടുള്ള സ്പേസുകൾ നമുക്കില്ല എന്നുള്ളതാണ്. ഇവർക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനാണ്. ഇപ്പോൾ അവർക്ക് വീട്ടിൽ വന്നിട്ട് അച്ഛനോടോ അമ്മയോടോ എന്താണിത് എന്ന് ചോദിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഒരു അമ്മ വളരെ ആങ്സൈറ്റിയോട് കൂടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 9 വയസ്സുള്ള കുട്ടി വന്നിട്ട് ചോദിച്ചു, അമ്മ എൻ്റെ സെക്ഷുവാലിറ്റി എന്താണ് എന്ന് ചോദിച്ചു. എന്നിട്ട് കുട്ടി പറഞ്ഞു, അല്ല എനിക്കത് ആഫ്റ്റർ 18 ഡിസൈഡ് ചെയ്യാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അമ്മ ഭയങ്കര പാനിക്കായി. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു, ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ കുട്ടി ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് അത് വന്ന് ചോദിക്കാനുള്ളൊരു സ്പേസ് അമ്മ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് പോലെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും? കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ പലയിടത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൊസൈറ്റി, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇനി നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി നമുക്ക് അതിന് പറ്റുന്ന ഒരു സിസ്റ്റം വേണം. അത് സ്കൂളിലാണെങ്കിലും തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന, അതായത് ഫിയറിനെ ബേസ് ചെയ്തിട്ടല്ലാതെ അവർക്ക് ഓപ്പൺ ആയിട്ട് ചർച്ചകൾ ചെയ്യാനും തെറ്റും തെറിയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ പുറകെയാണ് കുട്ടികൾ ഇതാണ്
ഗ്ലോറിഫൈ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ, മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷനുകളൊക്കെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്രീ പ്രശാന്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഈ സൈബർ ബുള്ളിങ്ങിന്റെ ഡയറക്റ്റ് ഒരു ലെസണോ ഒരു ക്ലാസ്സോ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കമ്പാഷൻ ആണ്. ഈ കമ്പാഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് വെരി സിമ്പിൾ. ആക്ച്വലി നമ്മൾ എന്തുമാത്രം ഫോർച്ചുനേറ്റ് ആണ്, നമുക്ക് എന്തുമാത്രം ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത്ര ഭാഗ്യമില്ലാത്ത ആൾക്കാർക്ക് അത് എങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കണം. ഇതാണ് അതിന്റെ കോർ സാധനം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എത്ര പേര് ഒരു ചിൽഡ്രൻസ് ഹോം കണ്ടിട്ടുണ്ട്, ഒരു അനാഥാലയം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വയ്യാത്തവരുമായിട്ട് ഇടപഴകാൻ ഒരു സാഹചര്യം കിട്ടി. ഇതിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഞാൻ മാത്രം, എൻ്റെ ജീവിതം, എൻ്റെ പഠിത്തം, എൻ്റെ മാർക്ക്, ഇത് മാത്രം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് നിങ്ങളൊരു സൈബർ ബുള്ളിയെ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം യു ആർ ക്രിയേറ്റിംഗ് എ സെൽഫിഷ് ക്രീച്ചർ. മറ്റുള്ളവരുടെ വേദനയെ പറ്റി ഒരു ചിന്തയും ഇല്ലാത്ത ഒരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞിട്ട് സൈബർ ബുള്ളിങ്ങിന്റെ സമയത്ത് മാത്രം വരുമ്പോൾ ഭയങ്കര നല്ലവനായി മാറുന്നു. അങ്ങനെയല്ല. ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാണ്. ക്യാരക്ടർ ബിൽഡ് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ്, ഒരു മറ്റുള്ളവരുടെ വേദന എംപത്തൈസ് ചെയ്ത് ഫീൽ ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. വീട്ടിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിലും സ്കൂളിലും ക്ലാസ്സിലും എല്ലാം. ഇത് ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന പോലെ ഒരു ക്ലാസ് എടുത്തിട്ട് മോറൽ സയൻസിൽ ക്ലാസ് എടുത്താൽ നടക്കുന്ന കാര്യമല്ല. ഇവർക്ക് അനുഭവം വേണം. അനുഭവം ഉണ്ടാക്കണമെങ്കിൽ അവരെ പുറത്തിറക്കണം, ഇന്ററാക്ട് ചെയ്യിപ്പിക്കണം. നമുക്ക് ഈ പറഞ്ഞ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടിയ ഫോർച്യൂൺസ്, ഭാഗ്യങ്ങൾ, നിന്റെ മിടുക്കൊണ്ടൊന്നും അല്ല ഇത് കിട്ടിയിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇതൊക്കെ വന്നു പോയതാണ്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് കുറച്ച് അധികം കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വേറൊരു ഇപ്പോൾ അയ്യപ്പദാസ് വീണു, നിങ്ങൾ വീണു എന്ന് പറയുമ്പം അയ്യോ എന്നാണ് വരേണ്ട മനസ്സിൽ നിന്നും, വീണിട്ട് വല്ലതും പറ്റിയോ എന്നാണ്. അല്ലാതെ താഴെ വന്ന് ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്താണ് ആ ലാക്ക് ഓഫ് എംപതി എന്തുമാത്രം ഉണ്ട്. അപ്പൊ വളർത്തു ദോഷം എന്നുള്ള ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഈ സൈബർ ബുള്ളിങ് കൊണ്ട് കെട്ടാം. യെസ്, ഉണ്ടോ ചോദ്യങ്ങൾ? ഇനി നമ്മുടെ സമയം തീർന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 0 എന്ന് എഴുതി കാണിക്കുന്നത്. യെസ്, അവിടെ ഒരാൾ മൈക്കൊന്ന് കൊടുക്കോ? സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനിതൊക്കെ സോഷ്യൽ മീഡിയ വളരെ ശ്രദ്ധിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുന്നവർ അവർ റെസ്പോൺസിബിളാണ്. അവർ സത്യം സംസാരിക്കണം, അവർ ഒരു കള്ളങ്ങളൊന്നും എഴുന്നള്ളിക്കരുത്. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ പല രീതിയിൽ പ്രതികരിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിനൊക്കെ നേരിടാൻ തയ്യാറാവണം. അല്ലാത്തവർ ധൈര്യമില്ലാത്തവർ സോഷ്യൽ മീഡിയ നിൽക്കരുത്. അങ്ങനെയാണോ? അങ്ങനെയാണ് ധൈര്യമുള്ളവർ അല്ലെങ്കിൽ അത്തരം ഇതുള്ളവർ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാനും എന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധൈര്യമില്ലാത്തവനും കുറച്ച് സെൻസിറ്റീവ് ആയവനും പാവങ്ങൾക്കും ഒക്കെയാണ് ഈ ലോകം. അല്ലാതെ ധൈര്യമുള്ള ഭയങ്കരന്മാർക്ക് മാത്രമല്ല. സോഷ്യൽ സെക്യൂരിറ്റി, നമ്മൾ ഇത്രയും സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉള്ളൊരു നാടായി നിൽക്കുന്നത് നമ്മൾ അവരെ കൂടെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ? തീർച്ചയായും നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ നന്ദി പറയുകയാണ്. ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, നിങ്ങൾ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കമ്മ്യൂണിറ്റിയായി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ സാധനം മുന്നോട്ട് പോകുന്നത്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ തലയിൽ കയറിയിട്ട് ചവിട്ടുനാടകം കളിക്കാനുള്ളതല്ല. ആ പരിധി എത്തുന്നത് വരെ ഞാൻ എൻ്റെ ധൈര്യവും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ്. എന്നാൽ ആ പരിധി വിട്ടു കഴിഞ്ഞാൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു സംരക്ഷണ കവചം നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ മെഷേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ പോയിന്റിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ വളരെ നന്ദി കേട്ട എല്ലാവർക്കും നന്ദി. ശ്രീ പ്രശാന്ത്, ശ്രീ അശ്വതി, ശ്രീ നജ്മ. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഈ സൈബർ പൊങ്കാല കുത്തും കോമയെന്നാണ്. കുത്തെന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പാണ്, കോമ എന്ന് പറഞ്ഞാൽ തുടർച്ചയാണ്. ആ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്താണ്? നമുക്ക് കുത്താതിരിക്കാം, കുത്തു കൊള്ളാതിരിക്കാൻ ശ്രമിക്കാം, അത്രയേ ഉള്ളൂ.